ഒരു ലിഗമെന്റ് ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പറഞ്ഞാൽ ACL ലിഗമെന്റ് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്റ്റേജിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? ലിഗമെന്റ് ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 24 തൊട്ടിട്ട് 72 മണിക്കൂറിനുള്ളിലാണ് ചെറിയ ചെറിയ സിംറ്റംസ് ഒക്കെ ഉണ്ടാവുന്നത്. മസിൽ വീക്ക്നെസ്സിൻ്റെ ചെറിയ ചെറിയ സിംറ്റംസ് ഉണ്ടാവുന്നത്. 7 to 10 ഡേയ്സ് ആകുമ്പോഴേക്കും ഇത് കുറച്ചൊന്ന് കൂടിക്കൂടി വരും. അതുപോലെ തന്നെ 3 തൊട്ട് 4 ആഴ്ച ആകുമ്പോഴേക്കും അത്യാവശ്യം മസിൽസിൻ്റെ സൈസൊക്കെ കുറയുകയും അതുപോലെ തന്നെ മസിൽ ഇനാക്ടിവേഷൻ ഒക്കെ നടക്കുകയും മസിൽ വേസ്റ്റിംഗ് നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യും. പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു മെയിൻ കാരണം ഈ ലിഗമെന്റ് ഇഞ്ചുറി ഉണ്ടായതിനു ശേഷമുള്ള ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന സ്വെല്ലിംഗ് കാരണം മുട്ട് അധികം മൂവ് ചെയ്യാതെ വെക്കേണ്ട സിറ്റുവേഷൻസും റെസ്റ്റ് ഒക്കെ എടുക്കേണ്ട സിറ്റുവേഷൻസും ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഗമെന്റ് ഇഞ്ചുറി ഉണ്ടാകുന്ന ആ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നീരിനെ കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ ചെയ്യണം. അതിനോടൊപ്പം തന്നെ ഈ മസിൽ വേസ്റ്റിങ്ങിലേക്ക് പോകാതിരിക്കാനുള്ള ആക്ടിവിറ്റീസ് സ്റ്റാർട്ടാക്കണം. അപ്പോൾ ഒരുപക്ഷെ ചെറിയൊരു മൈൽഡ് ഇഞ്ചുറി ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന 3 to 4 വീക്സിലേക്ക് ആകുമ്പോൾ അവിടെ ഗ്രാജുവലായിട്ടുള്ള മസിൽ വീക്ക്നെസ് ഉണ്ടാവുകയും അത് കാരണം മുട്ടിൽ ഇംബാലൻസ് ഉണ്ടാവുകയും അബ്നോർമൽ മൂവ്മെൻറ്റ്സ് മുട്ടിലുണ്ടാവുകയും ഇത് കാരണം ഇഞ്ചുറീസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതായത് പകുതി കെട്ടായിരിക്കുന്ന ലിഗമെൻറ്റ് മുഴുവനായിട്ട് പൊട്ടിപ്പോവും. അതുപോലെ തന്നെ പുതിയ മെനിസ്കൽ ഇഞ്ചുറീസ് വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ലിഗമെന്റ് ഇഞ്ചുറി ഉണ്ടായിരിക്കുന്ന ആദ്യത്തെ ആ 4 ആഴ്ച എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. ഇങ്ങനെ ഈ ഒരു ടൈം പീരീഡിൽ മാക്സിമം നിങ്ങളിത് യൂട്ടിലൈസ് ചെയ്യുക. ഒരു നോൺ സർജിക്കലായിട്ടുള്ള ഒരു പ്രോട്ടോക്കോൾ ഫോളോ ചെയ്തിട്ട് സർജറി ഒഴിവാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നറിയണമെങ്കിൽ കറക്റ്റായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അതിനുള്ള റെമഡീസ് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ സമയം കളയാതെ തന്നെ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മാക്സിമം സർജറി അവോയ്ഡ് ചെയ്യാൻ സാധിക്കും.